ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യം കൂടെ നോക്കാം. 6-ലും 7-ലും ഇപ്രകാരമാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ. മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനിയും ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. നോക്കുക, അടുത്തു വരുവാൻ പോകുന്ന ബാധ മിസ്രയീമ്യരുടെ മനുഷ്യരിലും മൃഗങ്ങളിലും ഉള്ള ആദിജാതന്മാരുടെയും കടിഞ്ഞൂലുകളുടെയും സംഹാരം, അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാ വീട്ടിൽ നിന്നും നിലവിളി ഉണ്ടാകും. അതിഭയങ്കരമായിരിക്കുന്ന രോദനത്തിൻ്റെ സൗണ്ടുകൾ, മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനിയും ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി. നോക്കുക, അത്രമാത്രം അതിഭയങ്കരമായിരിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ന്യായവിധി മിസ്രയീമിൻ്റെ മേൽ വരുവാൻ പോവുകയാണ്. കാരണം മിസ്രയീൽ ഇസ്രായേൽ മക്കളെ വിടുവിച്ചില്ല. അവരെ വളരെ വളരെ കഠിനമായി ദയനീയമായ രീതിയിൽ അവരെ ഉപദ്രവിച്ചുകൊണ്ട് ഇരുന്നു. അതിൻ്റേതായിട്ടുള്ളതായ ഫലം വലിയവനായ ദൈവം ഇവിടെ മിസ്രയീമ്യർക്ക് കൊടുക്കുവാനായിട്ട് പോകുന്നു. പ്രിയ വിശ്വാസികളെ, നാമും കൊയ്യുന്നത് തന്നെ വിതയ്ക്കുമെന്നൊരു ചൊല്ല് പറയുന്നത് പോലെ നാം എന്ത് ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിലും വരുത്തുന്നത്. നാം ദൈവത്തിന് വേണ്ടി സത്യസന്ധതയോടും നീതിയോടും കൂടെ നാം ആയിരിക്കുമ്പോൾ ഇയ്യോബിനെ പരീക്ഷിച്ചതുപോലെയുള്ളതായ പരീക്ഷകൾ ചിലപ്പോൾ നമുക്ക് വന്നെന്നിരിക്കാം. എന്നാൽ ദുഷ്ടനെ പരീക്ഷിക്കുന്ന രീതിയിലുള്ളതായ പരീക്ഷകൾ ഒരിക്കലും ദൈവമക്കളുടെ മേൽ ദൈവം വരുത്തുകയില്ല. എന്നാൽ ദൈവമക്കളെന്ന് അഭിമാനിച്ചുകൊണ്ട് അനീതിയായി പ്രവർത്തിക്കുന്നവൻ്റെ മേൽ വലിയവനായ ദൈവം തൻ്റെ കോപം വരുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അനേക സംഭവങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത്, എൻ്റെ ജീവിതം എപ്രകാരം ഇരിക്കുന്നു? ദൈവത്തിന് പ്രസാദകരമായ രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത്? അതോ ദൈവമകൻ എന്ന് പറയുന്ന ഒരു മുഖം മൂടി വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണോ? നാം അങ്ങനെ ഒന്ന് ചിന്തിച്ച് ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ സഭകളുടെ മേൽ വരാതെ നാം എല്ലാവരും സത്യസന്ധമായ രീതിയിൽ, ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ ഒന്നും ചെയ്യാതെ, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഇതുപോലെയുള്ളതായ കരച്ചിൽ അന്ന് കേട്ടു. എന്നാൽ ഇനിയും ലോകത്തിൻ്റെ മേൽ വലിയൊരു കരച്ചിലിൻ്റെ ദിനം ഇതുപോലെ വരും. അതിഭയങ്കരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധി അനുഭവിക്കുവാൻ വേണ്ടി ഈ ലോകം ഇന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ആ വലിയ കഷ്ടം വരുന്നതിന് മുമ്പേ ദൈവമക്കളെ വലിയവനായ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ വെച്ചിട്ട് നമ്മെ വീണ്ടെടുത്ത കർത്താവ് വീണ്ടും നമ്മെ ചേർക്കുവാനായിട്ട് വരും. ആ ദുരിതങ്ങളും പ്രയാസങ്ങളും നാം അനുഭവിക്കാതെ ഇരിക്കണം. ഇവിടെയും മിസ്രയീമ്യരുടെ ജീവിതത്തിലും വെച്ചും ഇസ്രായേൽ മക്കളോടും അങ്ങനെയാണ് നാം കാണുന്നത്. അവിടെ നാം കാണുന്നത് 7-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. നോക്കുക, മിസ്രയീമ്യരുടെ മേൽ, അവരുടെ മക്കളുടെ മേൽ വലിയതായ ന്യായവിധി വരുന്നതായ സമയത്ത് ദൈവം ഈ ജനങ്ങളുടെ ജീവിതത്തിൽ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഒരു നാവ് പോലും, ഒരു പട്ടി പോലും കുരയ്ക്കുകയില്ല എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇത് സാധാരണ നമുക്കറിയാം. ഏതെങ്കിലും ഒരു പട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി, അത് കുരയ്ക്കുവാനായിട്ട് തുടങ്ങും. എന്നാൽ ഇവിടെ
ഇസ്രായേൽ മക്കൾക്ക് വിപരീതമായിട്ട് പോലും ഒരു നായയുടെ വാ പോലും അനങ്ങാത്ത രീതിയിൽ അവരെ കാത്തു സൂക്ഷിക്കും എന്ന് നമുക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Through faith, Jesus will save you from the curse of death. മരണത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന്, മരണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വലിയവനായ ദൈവം നമ്മൾക്ക് അവനിലുള്ളതായ വിശ്വാസം മുഖാന്തരമായിട്ട് നമ്മെ രക്ഷിക്കും എന്നാണ് ഈ ഭാഗത്തു നിന്ന് കാണുന്നത്. വലിയവനായ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം, ഞാൻ നിങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിക്കും. നമുക്ക് ആ മരണത്തിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. മിസ്രയീമിയുടെ അവർ അത് അനുഭവിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. ഈ ലോകക്കാർ നിത്യമായ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മൾക്ക് ആ ശിക്ഷാവിധിയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരികയില്ല. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിലും എത്രയോ വിപത്തുകൾ മിസ്രയീമിൽ വന്നു. എന്നാൽ ആ ഇസ്രായേൽ വസിക്കുന്നതായ ഗോഷേനിൽ മാത്രം അതിൻ്റേതായ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ അവർ നോർമലായിട്ടുള്ളതായ ജീവിതം നയിച്ചുകൊണ്ട് ഇരുന്നു. വലിയവനായ ദൈവം അവരെ കാത്തു പരിപാലിച്ചു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ജീസസ് ഇസ് ദ പാസ് ഓവർ ലാംബ് ഹു ബ്രിങ്സ് സാൽവേഷൻ. വലിയവനക്കായ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാടാണ്. അവൻ മുഖാന്തരമായിട്ട് നമുക്ക് രക്ഷ വരും. ദൈവം നമ്മെ രക്ഷിക്കും. എപ്രകാരം ഇസ്രായേൽ മക്കളെ ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തുവോ, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കുഞ്ഞാടാകുന്ന രക്തം മുഖാന്തരമായിട്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. അവൻ്റെ രക്തം നമുക്ക് എല്ലാം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പാവങ്ങളെ കൊണ്ടുപോകുന്ന ആ കുഞ്ഞാട് നമ്മുടെ പാപവും ഏറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ പോയി നമുക്ക് വേണ്ടി രക്തം വാർന്നൊലിച്ച് നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നു. നമ്മുടെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം വലിയവനായ കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷകൾ അനുഭവിച്ചു. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വലിയ ശിക്ഷാവിധിയിൽ നിന്ന്, മിസ്രയീമിൽ വന്ന ശിക്ഷാവിധി പോലെയല്ല, അതിഭയങ്കരമായിരിക്കുന്ന ഒരു ശിക്ഷാവിധി വരുവാനായിട്ട് പോകുന്നു. ആ ന്യായവിധിയിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമുക്ക് വേണ്ടി അത് ഏറ്റെടുത്ത ആ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.